ദേശീയപാതയിൽ മുക്കടയിൽ നിന്നും കൃഷ്ണപുരം കൊട്ടാരം ഭാഗത്തേക്കുള്ള റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് നാളേറെയായിട്ടും നടപടിയില്ല. ജലം പാഴാകുന്നത് സംബന്ധിച്ച് നാട്ടുകാർ നിരവധി തവണ അധികൃതർക്ക് വിവരം നൽകിയിട്ടും ഫലമുണ്ടായില്ല. ദേശീയപാതയിൽ കായംകുളം മുക്കടയിൽ നിന്നും കൃഷ്ണപുരം കൊട്ടാരം ജെ ആശുപത്രി ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് ജലം പാഴാകുന്നത്. നാട്ടുകാർ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നിരവധി വിദ്യാലയങ്ങളുള്ള പ്രദേശവും ആശുപത്രി സ്ഥിതി ചെയ്യുന്ന പ്രദേശവുമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകാത്തത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ഒരു 2-3 ആഴ്ച 4 ആഴ്ചയായി ഈ സംഭവം തുടങ്ങിയിട്ട്. അധികാരികളിൽ ഇത് എത്തിച്ചിട്ടുണ്ട്. ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ എല്ലാം പോകുന്ന വഴിയാണ്. കുറച്ച് കഴിഞ്ഞാൽ വെള്ളം മോട്ടറിൽ നിന്ന് അടിച്ച് കളയുന്ന കൂട്ട് തന്നെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇപ്പോൾ തന്നെ ഈ കുളത്തിൽ പോയിരിക്കുകയാണ്. അധികാരികളുടെ കണ്ണ് തുറക്കണം. നിങ്ങൾ അധികാരികളിൽ ഇത് എത്തിക്കുകയും വേണം. കുടിവെള്ളം ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നത് മൂലം കൃഷ്ണപുരം ജെ ആശുപത്രിക്ക് സമീപ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരമുണ്ടാകണമെന്നും അറ്റകുറ്റപ്പണി നടത്തി ഈ ഭാഗത്തെ പൈപ്പുകൾ തകരാറില്ലാത്ത നിലയിലേക്ക് എത്തിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. ഈ പുതിയ പൈപ്പ് ലൈൻ ഇട്ടപ്പം പൊട്ടിയ സാധനം ഒരുപാട് പേരോട് നമ്മൾ വിളിച്ചിട്ട് മെമ്പറോട് പറഞ്ഞ് വാട്ടർ അതോറിറ്റി വിളിച്ച് പറഞ്ഞ് ഇവരെല്ലാം വാട്ടർ അതോറിറ്റിക്കാർ വന്ന് നോക്കിയിട്ട് പോയതാണ്. ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ വണ്ടിയൊക്കെ വന്ന് 2 ദിവസം മുമ്പ് ഒരു സ്കൂൾ വണ്ടി വന്ന് ഇവിടെ കാണുന്നു. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അത് നിങ്ങളൊന്ന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒരു കാര്യങ്ങൾ എത്തിക്കണം. CT Net News.